ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വിഭവം പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരാണ് പേറ്റുപുളി. പേറ്റുപുളി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടി മുത്തശ്ശിമാരുണ്ടാക്കി കൊടുത്ത ഒരു വിഭവമാണ് കേട്ടോ. ഈ ഒരു വിഭവം തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായ സാധനങ്ങൾ കുരുമുളക്, വറ്റൽമുളക്, മല്ലി, കറിവേപ്പില, ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി, ഇത്രയാണ് ആവശ്യം. എത്ര കറി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് അളവിനെല്ലാം ഈ സാധനങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഈ ഒരു പുളി നമുക്ക് കറിയിലേക്ക് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതാ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയെല്ലാം ഈ സവാളയെല്ലാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഇതാ ഇവിടെ ഒരു അടുപ്പത്തൊരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടാകുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇപ്പോൾ പാന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വരുമ്പോഴേക്കും ഓരോ സാധനങ്ങളായിട്ട് ഇതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വറ്റൽമുളകാണ് ആദ്യം ഇട്ടത്. അതിന് ശേഷം ദാ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. വറ്റൽമുളക് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിച്ച് ചെയ്യുക. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് മൂന്നും കൂടെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കേട്ടോ ഈ ഒരു പേറ്റുപുളി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെയൊന്നും വെളുത്തുള്ളി ഇട്ട് കണ്ടിട്ടില്ല, പക്ഷേ ചിലയിടത്തൊക്കെ കാണാറുണ്ട് വെളുത്തുള്ളിയും കൂടി ഇതിൽ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നത് കാണാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെയൊന്നും അങ്ങനെ വെളുത്തുള്ളി ഇതിലിടാറില്ല. ഇപ്പോൾ നമ്മളിതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്ത് കോരിയ അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ ഞാനിവിടെ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കുക. ഞാനിവിടെ ചെറിയ ഉള്ളി സ്റ്റോക്ക് തീർന്നു പോയി, അതുകൊണ്ടാണ് സവാള എടുത്തത് കേട്ടോ. ഈ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഇട്ട് കഴിയുമ്പോൾ തന്നെ സവാള നല്ലപോലെ വാടിക്കഴിയും. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഈ എണ്ണയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വഴണ്ട് ആ എണ്ണ സവാളയുടെ അകത്ത് പിടിച്ച് വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഈ പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഈ പുളിയിൽ കിടന്ന് ഈ സവാള നല്ല പോലെ തിളച്ച് കുറുകി വരണം. ആ ഒരു പരുവാക്കി എടുക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ മല്ലി മുളകും ഒക്കെ, അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല പോലെ അരയണം കേട്ടോ, നല്ല പോലെ അരയണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ അരക്കില്ലേ അതേ രീതിയിൽ തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു തിളയ്ക്കുന്ന ആ ഒരു പുളിയിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ചേർത്തില്ലെങ്കിൽ ഇത് വെറും പുളിയും എരിവും മാത്രമായിപ്പോവും. ശർക്കരയും കൂടി ചേർക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു പുളിയും എരിവും മധുരവും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് ആ ഒരു ടേസ്റ്റ് വരും കറിക്ക്. മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ. എരിവും പുളിയും മാത്രം ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിവും പുളിയും മാത്രം മതി, ശർക്കര ചേർക്കണമെന്നില്ല. പിന്നെ ഇവിടെയൊക്കെ ശർക്കര ചേർക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പേറ്റുപുളി റെഡി ആയിട്ടുണ്ട്. ഇത് ഊണിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാം. ഒരു മരുന്നും കൂടെയാണ് കേട്ടോ. ഇനി അവസാന ഘട്ടമായിട്ട് നമുക്ക് ഒന്ന് താളിച്ചിടാം. അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഈ കറിയിലേക്ക് ഒഴിക്കാം. ലിവർ കഴിഞ്ഞ് കിടക്കുന്നവർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു കറി മാത്രം മതി കേട്ടോ, അതൊക്കെ മാറും. അപ്പോൾ നമ്മുടെ പേറ്റുപുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.